മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ എടുത്തിരിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ, കുട്ടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ചാപ്റ്റർ സ്ട്രെയിറ്റ് ലൈൻ. ഇതിനുള്ളിലെ ക്വസ്റ്റ്യൻസുകൾ പലപ്പോഴും കത്താറില്ല. പല ക്വസ്റ്റ്യൻസുകളും വായിക്കും, മനസ്സിലാവത്തില്ല. അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. മറ്റൊരു പ്രത്യേകത, ഏറ്റവും വെയിറ്റേജ് കൂടിയ ഒരു ചാപ്റ്ററും കൂടിയാണ്. അതുകൊണ്ട് അതോടെ നിങ്ങളാരും മറക്കാതെ പഠിച്ചോണം. നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ മാക്സിമം നിങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാവരും സെർച്ച് ചെയ്ത് മറ്റുള്ള ക്ലാസ്സുകളൊക്കെ ഇതിൽ നിന്ന് കാണുക. മാക്സിമം ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മീൻസ് നിങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിലുള്ള ക്ലാസ്സുകളാണ് വരുന്നത്. പിന്നെ ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് +2 ക്ലാസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാം. നല്ല രീതിയിലുള്ള ക്ലാസ് തന്ന് അതിന്റെ നോട്ട്സും തന്ന് അതുപോലെ എൻട്രൻസിലൂടെ ജോയിൻ ചെയ്യാം. രണ്ടുകൂടെ ജോയിൻ ചെയ്യുമ്പോൾ ഫീസിന് നല്ല കൺസെഷൻ ഉണ്ട്. നിങ്ങൾക്ക് അപ്പോൾ പ്രയോജനം എന്ന് പറയാൻ +2 വളരെ സിമ്പിൾ ആവും. അതിനോടൊപ്പം തന്നെ എൻട്രൻസ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ എഴുതാനും പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ക്ലാസ്സുകളാണ്. അതിന് വേണ്ടി ജോയിൻ ചെയ്യാം. നമ്മുടെ തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, എപ്പോഴും എക്സാമിന് ഇങ്ങനെ 1, 2, 3 പാർട്സുകളായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ്, നമ്മൾ ഈ എക്സ് ആക്സിസിനെ കണ്ടുകൊണ്ട് അതിന്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയത്തില്ലായിരിക്കാം. ഇക്വേഷൻ ഓഫ് എക്സ് ആക്സിസ് എന്ന് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് y = 0 എന്നാണ്. കാരണം എക്സ് ആക്സിസിലെ ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് y = 0. അതുപോലെ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് y ആക്സിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x = 0. ഓക്കെ, അങ്ങനെ നിങ്ങൾ മറക്കാതെ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, കൺസിഡർ ദ സ്ട്രെയിറ്റ് ലൈൻ 3x - 2y - 12 = 0. ഫൈൻഡ് ദ സ്ലോപ്പ്, സ്ലോപ്പിനെ കണ്ടുപിടിക്കണം. നെക്സ്റ്റ്, റൈറ്റ് ദ എബവ് ഇക്വേഷൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം. നെക്സ്റ്റ്, റൈറ്റ് ദെയർ ഇന്റർസെപ്റ്റ്സ്. ഇത്രയാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുന്നത്. നമ്മൾ ആദ്യം ഇതിന്റെ ഇക്വേഷൻ കൂടെ എടുത്ത് എഴുതാം. 3x - 2y - 12 = 0. Then slope. സ്ലോപ്പിന്റെ ഫോർമുല മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് x divided by coefficient of y. മറന്നുല്ലേ, starting from minus. Then coefficient of x on numerator and coefficient of y on denominator. നോക്കിക്കേ, x മൈനസ് അങ്ങോട്ടേ മൈനസ് ഇട്ടു. എന്നിട്ട് എക്സിന്റെ കൂടെയുള്ള നമ്പർ 3 അത് മണ്ടയ്ക്ക് എഴുതി. ഈ മൈനസ് ഇട്ടിട്ട് എക്സിന്റെ കൂടെയുള്ള നമ്പർ 3 എഴുതി. വൈയുടെ കൂടെയുള്ളത് വെറും 2 അല്ല മോനെ, -2. അപ്പൊ -3/-2 3/2 അങ്ങനെ വേണം എഴുതാൻ കേട്ടോ. 3/2. അപ്പൊ നമ്മുടെ സ്ലോപ്പ് കിട്ടി. നെക്സ്റ്റ് നമ്മളെ അതിനെ ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് എഴുതണം. ഓക്കെ, ഇപ്പൊ അങ്ങ് തകർത്തേക്കാം. That is 3x - 2y - 12 = 0. ഇന്റർസെപ്റ്റ് ഫോം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x/a + y/b = 1. ഇങ്ങനെ എഴുതുന്നതിനാണ് ഇന്റർസെപ്റ്റ് ഫോം ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടുത്തെ എയും ബിയും ആണ് ഇന്റർസെപ്റ്റ്സുകൾ. റൈറ്റ് സൈഡ് എപ്പോഴും 1 ആവണം കേട്ടോ. ഓക്കെ, അതുപോലെ ഈ മണ്ടക്കത്തെ എക്സിന്റെ വൈയോടൊന്നും നമ്പർ ഉണ്ടാകരുത്. വെറും എക്സ് വെറും വൈ എന്നായിരിക്കണം കേട്ടോ. ഇവിടെ നോക്കി 3, 2 ഒക്കെ കിടക്കണം. അവനെല്ലാം നമ്മൾ കളയും. ആദ്യം ചെയ്യേണ്ട പണി ഈ -12നെ നമ്മൾ ഈക്വലിന്റെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകും. അതാണ് ആദ്യത്തെ ജോലി. അപ്പോൾ 3x - 2y = -12 അപ്പുറത്ത് ചെല്ലുമ്പോൾ +12. എന്നിട്ട് അടുത്ത ജോലി നമുക്ക് 1 അല്ലേ റൈറ്റ് സൈഡ് പറഞ്ഞത്. ഇപ്പൊ നമ്മളെ കിട്ടിക്കിടക്കുന്നത് 12 ആണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഡിവൈഡിങ് ബൈ 12. എല്ലാത്തിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണേ. ഇതിനെയും എല്ലാം 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ആൻസർ വരുന്നത് 3x/12, 2y/12, 12/12 എല്ലാത്തിനെയും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നോക്കിക്കേ, ഈ 12/12 എത്രയായിട്ട് മാറുകയും ചെയ്യും? 1 ആയിട്ട് മാറും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഇവിടെയും മാറ്റങ്ങൾ ഉണ്ടാവും. ഇവിടെ നോക്കിക്കേ, ഈ 3 കൊണ്ട് 12നെ കട്ട് ചെയ്യാം 4, 2 കൊണ്ട് 12നെ കട്ട് ചെയ്യാം 6, 12 കൊണ്ട് 12നെ കട്ട് ചെയ്താൽ 1. അപ്പൊ എല്ലാം കട്ട് ചെയ്തു. ബാക്കി നമ്മുടെ കിട്ടുന്നത് x/4 എന്നാണ്. x/4 മൈനസ് y/6 = 1. ഇപ്പൊ ഇവിടെ കുറച്ച് പേര് അങ്ങോട്ട് എഴുതി ഇന്റർസെപ്റ്റ് = 4 അല്ലേ. എക്സ് ഇന്റർസെപ്റ്റ് 4, y ഇന്റർസെപ്റ്റ് 6. തെറ്റാണ്, ശരിയായിട്ടില്ല, കറക്റ്റ് ആയിട്ടില്ല. ഈ സൈൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. ഇവിടെ ഇപ്പൊ നെഗറ്റീവ്, അപ്പൊ നമ്മൾ അവിടെ പോസിറ്റീവ് ആക്കണം. അതപ്പോ എങ്ങനെ നോക്കിക്കേ, ദാറ്റ് ഈസ് x/4 പ്ലസ് ഇട്ടുണ്ട് y/ ഈ മൈനസിന് 6നെ കൊടുത്താണ് കേട്ടോ. ഇങ്ങനെ വേണം എഴുതാൻ. അപ്പൊ ഇടയ്ക്ക് മൈനസ് വന്നാൽ ആ ഡിനോമിനേറ്റർ മൈനസിനെ കൊടുത്താൽ എഴുതുന്നത്. ഇപ്പൊ നോക്കിക്കേ, x/a പ്ലസ് y/b = 1. Therefore x intercept 4 എന്നും
y ഇന്റർസെറ്റ് ആരാമോനെ -6. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ട രീതി. ഓക്കെ, ഇത് കുഴപ്പമില്ലല്ലോ, നല്ല രീതിയിൽ കൂടെ മനസ്സിലായി എന്നാണ് തോന്നുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉറപ്പായിട്ട് ചോദിക്കും. ഈ വേർഡ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചാണ്, ഇന്റർസെറ്റ് ഫോം ഓഫ് എ സ്ട്രൈറ്റ് ലൈൻ. ഈ എക്സാമിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു വേർഡാണ്. ഇത് പല പേരുകളുണ്ട്, സ്ലോപ്പ്, ഇന്റർസെറ്റ്, ഇനി നെക്സ്റ്റ് പോയിന്റ് സ്ലോപ്പ് ഫോം ഓഫ് സ്ട്രൈറ്റ് ലൈൻ, 2 പോയിന്റ് ഫോം, ആംഗിള്, ഡിസ്റ്റൻസ്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പഠിച്ചു വെച്ചേക്കണം. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ് ഇപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മാക്സിമം നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. ഗുഡ് ബൈ.